അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുനിയാവിൽ ജീവിക്കുന്ന കാലം അള്ളാഹു നിശ്ചയിച്ച സമയം അവസാനിക്കുമ്പോൾ നമ്മളെല്ലാവരും മരണപ്പെടും. മരണപ്പെട്ടാൽ നമ്മെ ആദ്യമായി കൊണ്ടുവയ്ക്കുന്ന ഭവനം, നമ്മുടെ ആദ്യത്തെ വീട്, അത് ഖബറാണ്. ഖബറിലെ അവസ്ഥയെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യനെ പോലെയാണ് എന്നാണ്. അതായത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ, സഹായം തേടുന്നത് പോലെ ഖബറിൽ കിടക്കുന്ന ഓരോ മയ്യത്തും, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്നുറങ്ങുന്ന, ഖബറുകളിൽ കഴിയുന്ന മുഴുവൻ ഖബറാളുകളുടെയും അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവൻ ആഗ്രഹിക്കുന്നത് പോലെ, സഹായത്തിന് വേണ്ടി കേഴുന്നത് പോലെ ഖബറിൽ കിടക്കുന്ന ഓരോരുത്തരും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ, മക്കളുടെ, ഭാര്യയുടെ, കുടുംബക്കാരുടെ, സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നന്മകൾ വന്നു ചേരാൻ, അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കാൻ, അവരിലൂടെ പാപമോചനം ലഭിക്കാൻ, ഖബറിലെ സുഖവും സന്തോഷവും ലഭിക്കാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ടത്, നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ധാരാളം നന്മകൾ അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലാഹു തആല നമുക്ക് വേണ്ടി വാർത്തെടുക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നല്ല ജീവിതവും നല്ല മരണവും നല്ല ഖബർ ജീവിതവും നാളെ ആഖിറത്തിൽ ഉയർന്ന സ്വർഗവും ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.